وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഹാദി അൽ അർവാഹ് ഇലാ ബിലാദിൽ അഫ്റാഹ് എന്ന കിതാബിൻ്റെ മുഖ്തസർ, സ്വർഗവുമായി ബന്ധപ്പെട്ട സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളെ പരാമർശിക്കുന്ന കിതാബിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള കിതാബിൽ നാം വായിച്ചുകൊണ്ടിരുന്നത്, അവസാനം നാം വായിച്ചത് സ്വർഗാവകാശികൾ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നതുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത മസ്അല ഇതിൽ ചർച്ച ചെയ്യുന്നത് ഫി അന്ന അക്സറ അഹ്ലിൽ ജന്ന ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ സ്വർഗാവകാശികളിൽ ബഹുഭൂരിഭാഗവും അല്ലെങ്കിൽ അധികം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ഫദ്ല്, ശ്രേഷ്ഠത, അത് മറ്റുള്ള നബിമാർക്കുണ്ടായിരുന്ന സമൂഹങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠരായിട്ടുള്ള അഫ്ളലായിട്ടുള്ള ഉമ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ അധികവും ഉണ്ടാകുന്നത്, അഥവാ ഓരോ നബിമാരുടെ ഉമ്മത്ത് വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിൽ അധികം ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. നമുക്ക് വളരെ സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഉമ്മത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ് അല്ലാഹു തആല നമ്മെ ഇവിടെ ജനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷിക്കേണ്ട, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഫദ്ലാണ്. في الصحيحين بخاري مسلم ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ من حديث عبد الله بن مسعود رضي الله عنه قال لنا رسول الله صلى الله عليه وسلم. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയുകയുണ്ടായി, അമാ തർദൗന അൻ തകൂനു റുബ്അ അഹ്ലിൽ ജന്ന. ഒരിക്കൽ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയാവില്ലേ നിങ്ങൾ സ്വർഗത്തിന്റെ 1/4 നിങ്ങളായി കഴിഞ്ഞാൽ, അഥവാ സ്വർഗാവകാശികളിൽ 1/4, സ്വർഗാവകാശികൾ മൊത്തം എടുത്തിട്ട് 4ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 1 മുഴുവൻ നിങ്ങളാവുക എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? കാരണം അതിനു മുമ്പ് ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട് ദുനിയാവിൽ. എത്രയോ നബിമാർ വന്നു, റസൂലുകൾ വന്നു, അവരുടെ ഉമ്മത്തുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1/4. ഫകബ്ബർന, റസൂൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ തൃപ്തി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ثم قال, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ തർബൗന അൻ തകൂനു സുൽസ അഹ്ലിൽ ജന്ന. നിങ്ങൾക്ക് തൃപ്തിയാവില്ലേ സ്വർഗത്തിന്റെ 1/3 നിങ്ങളാവുക എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള കാര്യമല്ലേ? സ്വർഗത്തിലെ ആളുകളുടെ 1/3 നിങ്ങളാവുക എന്നുള്ളത്. ഖാല ഫകബ്ബർന, വീണ്ടും അവരെന്ത് ചെയ്തു? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, ആ തൃപ്തി അറിയിച്ചുകൊണ്ട്. ثم قال, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നി ലഅർജു അൻ തകൂനു ശത്റ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളിൽ പകുതി നിങ്ങളാവുക എന്നുള്ളത് അത് നിങ്ങൾക്ക് സന്തോഷമുള്ള, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നി ലഅർജു അൻ തകൂനു ശത്റ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗാവകാശികളിൽ പകുതിയാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. വസഖുബിറുക്കും അൻ ദാലിക്, എന്നിട്ട് പറഞ്ഞു, അത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. അഥവാ അത്രയും പകുതിയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, മൽ മുസ്ലിമൂന ഫിൽ കുഫാർ ഇല്ലാ കശഅറത്തിൻ ബൈദാ ഫി സൗരിൻ അസ്വദ് ഔ കശഅറത്തിൻ സൗദാ ഫി സൗരിൻ അബ്യദ്. കുഫാറുകളിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്ത ഒരു കാളയോ മറ്റോ എടുത്ത് അതിന് കുറേ കറുത്ത രോമങ്ങളുണ്ട്, അതിലൊരു വെളുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ വെളുത്തതുണ്ട് അതിൽ കറുത്ത് മാറി നിൽക്കുന്നത്, അഥവാ കുഫാറുകളെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ കുറവാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്ന ഒരു കാര്യം, സ്വർഗാവകാശികളിൽ അധികം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അത് ഏകദേശം പകുതിയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്.
وعن بريدة بن الحسيب رضي الله عنه قال قال رسول الله صلى الله عليه وسلم أهل الجنة 20 و100 صف. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, സ്വർഗാവകാശികൾ 120 സഫുകളിലായിട്ടാണ് ഉണ്ടാവുക. അഥവാ സഫുകളിലായിട്ട് ആളുകൾ നിർത്തിക്കഴിഞ്ഞാൽ 120ഓളം സഫുകളിലായിട്ടാണ് സ്വർഗാവകാശികൾ ഉണ്ടാവുക. ഹാദിഹിൽ ഉമ്മത്തു മിൻഹാ 80 സഫൻ. അതിൽ 80 സഫുകളിൽ ഈ ഉമ്മത്തായിരിക്കും ഉണ്ടാവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായിരിക്കും ഉണ്ടാവുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ ഈ ഹദീസുകൾ അറിയിക്കുന്ന കാര്യം, സ്വർഗത്തിൽ ഓരോ നബിമാരുടെയും ഉമ്മത്ത് വെച്ച് നോക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നമ്മെ ആക്കി എന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ശുക്ർ കാണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ ഫദ്ൽ ധാരാളമാണ്, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയുടെ ഫദ്ലുൽ ഇസ്ലാം, അതുപോലെ തന്നെ മറ്റു പല കിതാബുകളും ആ വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മറ്റുള്ള നബിമാരെ സത്യപ്പെടുത്തുന്ന, സാക്ഷ്യം വഹിക്കുന്ന ആളുകളായിട്ട് കൊണ്ടുവരുന്നതാണ്. അത്രയും ഫദ്ലുള്ള ഒരു ഉമ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വിഷയം, في أن النساء في الجنة أكثر من الرجال وكذلك هم في النار. അടുത്ത വിഷയം ചർച്ച ചെയ്യുന്നത്, സ്ത്രീകളാണ് സ്വർഗത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാവുക, അതുപോലെ തന്നെയാണ് സ്ത്രീകളാണ് നരകത്തിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാവുക എന്ന ഒരു മസലയാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. സ്വർഗത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്, അതുപോലെ തന്നെ നരകത്തിലും. എന്താണ് ഈ ഒരു ചർച്ചയുടെ ഉദ്ദേശം? എന്താണ്? ثبت في الصحيحين ما بخاري ومسلم ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, من حديث أيوب عن محمد بن سيرين قال إما تفاخروا وإما تذاكروا الرجال أكثر في الجنة أم النساء. ഒരിക്കൽ ഇബ്നു സിരീൻ പറയുകയാണ്, നിങ്ങൾ ഒന്നെങ്കിൽ പെരുമ കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക, സ്ത്രീകളാണോ പുരുഷന്മാരാണോ സ്വർഗത്തിൽ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത്. ഫഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, എന്നിട്ട് ഈ ഹദീസ് ധരിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവലം യഖുൽ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്ന അവ്വല സുംറത്തിൻ തദ്ഖുലുൽ ജന്ന അലാ സൂറത്തിൽ ഖമറി ലൈലത്തുൽ ബദർ. ആദ്യത്തെ കൂട്ടം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ആ രൂപം ഉദ്ദേശിച്ചത് ആ സൗന്ദര്യത്തിൽ ഉള്ളവരായിരിക്കും. വല്ലത്തി തലീഹ അലാ അദ്വ കൗകബിൻ ദുർദിയിൻ ഫിസ്സമാ. അതിനെ തുടർന്ന് വരുന്നത്, അതിനുശേഷം ആ ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം ഏതാണോ അതുപോലെ തിളങ്ങുന്ന അവസ്ഥയിലായിരിക്കും. ലികുല്ലി ഇംറിഇൻ മിൻഹും സൗജതാൻ ഇസ്നതാൻ. അതിൽ ഓരോ ആൾക്കും 2 ഇണകൾ വീതമുണ്ടാകും. അതിൽ ഓരോ പുരുഷനും 2 ഭാര്യമാർ വീതമുണ്ടാകും. യുറാ മുഖ്ഖു സൂഖിഹിമാ മിൻ വറാഇൽ ലഹം. അതിൽ അവരുടെ ആ കണങ്കാലിന്റെ മാംസളത അവർക്ക് കാണാൻ സാധിക്കും, കാണിക്കപ്പെടും. വമാ ഫിൽ ജന്നത്തി അസബുൻ. സ്വർഗത്തിൽ ഒരാളും വിഭാര്യരായിക്കൊണ്ട്, അഥവാ ഇണയില്ലാത്തൊരവസ്ഥയിലായിക്കൊണ്ട് ഒരാളും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പുരുഷന് 2 ഇണകൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി. അഥവാ ഒരു പുരുഷന് 2 സ്ത്രീകൾ. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ? സ്ത്രീകളാണ് കൂടുതൽ ഉണ്ടാവുക. ഒരു പുരുഷൻ 2 സ്ത്രീകൾ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം, ഈ ഹദീസിൽ ഇങ്ങനെ വന്നുകൊണ്ട്. ഇനിയുള്ള ചർച്ച എന്താണ്? ആ സ്ത്രീകൾ ദുനിയാവിലുള്ളവരാണോ അതല്ല ഹൗറുലീങ്ങളാണോ? സ്ത്രീകളാണ് ഉണ്ടാവുക, അതിൽ സംശയമില്ല. ഒരു പുരുഷന്മാരെക്കാൾ സ്വർഗത്തിൽ സ്ത്രീകൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ ആ സ്ത്രീകൾ ഹൗറുലീങ്ങളായിട്ടുള്ള സ്വർഗീയ സ്ത്രീകളാണോ അതല്ല ദുനിയാവിൽ നിന്ന് അല്ലാഹു തആല പ്രതിഫലമായി സ്വർഗത്തിൽ എത്തിക്കുന്നവരാണോ? ഇബ്നുൽ ഖയ്യിം പറയുന്നു. വലിയ ചർച്ചയാണ്, പക്ഷെ നമ്മൾ മുഖ്തസറായിട്ട് വായിക്കുമ്പോൾ, فإن كن من نساء الدنيا فالنساء في الدنيا أكثر من الرجال. ഇനി ഈ സ്ത്രീകൾ ദുനിയാവിലെ സ്ത്രീകളാണ് എങ്കിൽ അപ്പോ ദുനിയാവിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള അവസ്ഥയാണ്. وإن كن من الحور العين لم يلزم أن يكن في الدنيا أكثر. ഇനി അത് ഹൂറുലീങ്ങളാണ് എങ്കിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാവണമെന്ന് നിർബന്ധമില്ല. അതായത് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് പ്രതിഫലം ലഭിച്ചിട്ടുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത് എങ്കിൽ, ആ ഇണകൾ എങ്കിൽ, ദുനിയാവിൽ എന്തായിരിക്കണം? പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം.
പക്ഷെ അതല്ല ഹൂറിലീങ്ങളാണ് എങ്കിൽ അതിന്റെ ആവശ്യമില്ലതാനും. വദ്ദാഹിർ അന്നഹുന്ന മിനൽ ഹൂറിൽ ഐൻ, ലാഹിറായിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതാരാണ്? ഹൂറിലീങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാകുന്നത് ലാഹിറായിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാകുന്നത് ആ ഇണകൾ എന്ന് പറഞ്ഞത്, അഥവാ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തുന്ന സ്ത്രീകളല്ലാതെ പിന്നെയുള്ള കൂടുതലായിട്ട് വന്നിട്ടുള്ള ഇണകളായി വന്നിട്ടുള്ള സ്ത്രീകളെല്ലാം ഹൂറിലീങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാരെക്കാൾ, പക്ഷെ ആ സ്ത്രീകൾ ഹൂറിലീങ്ങളാണ് എന്ന് മാത്രം. ഇവിടെ സത്യത്തിൽ വലിയ ചർച്ച, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആദ്യം പറയുന്നൊരു കാര്യമാണ്, നരകത്തിൽ സ്ത്രീകൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ പിന്നെ സ്ത്രീകൾ കുറവാണല്ലോ എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും ചർച്ച വരുന്നുണ്ട് ആ ഭാഗങ്ങൾ. പക്ഷേ സ്ത്രീത്വം എന്നുള്ളതിനെ പറ്റി മാത്രമാണ്. അതായത് ഫെമിനിസ്റ്റുകൾ സംസാരിക്കുന്നത് എന്താണ്? പുരുഷന്മാരെക്കാൾ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പമാണ് സ്ത്രീകൾ, അല്ലെങ്കിൽ അവരെക്കാൾ മുകളിലാണ് സ്ത്രീകൾ എന്നുള്ള ചർച്ചക്കാണ് നസ്ബിയ വാദിക്കുന്ന, ഫെമിനിസം വാദിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ സ്ത്രീ ആയാൽ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമുള്ള വാർത്തയാണ്, ആണുങ്ങളെക്കാൾ ഇരട്ടി ഉണ്ടാവും എന്ത്? സ്വർഗത്തിൽ സ്ത്രീകൾ. സ്ത്രീ ആയാൽ മതി, സ്ത്രീക്ക് സ്ഥാനം കിട്ടിയാൽ മതി. ഹൂറിലീങ്ങൾ സ്ത്രീകളാണല്ലോ. സ്ത്രീത്വം എന്നുള്ളത് കൊണ്ട് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് അംഗീകരിച്ചാൽ മതി? സ്വർഗത്തിലും സ്ത്രീകൾ എന്തുണ്ടാകും? പുരുഷന്മാരെക്കാൾ ഇരട്ടിയായിട്ടുണ്ടാകും. പക്ഷെ അവരുടെ പ്രശ്നം അതല്ല. അവർക്ക് ഇസ്ലാമിന്റെ ഈ കാര്യങ്ങളെ പറ്റിയല്ല, ഇസ്ലാമിനെ എതിർക്കാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത്, സ്ത്രീത്വമാണ് അവർ ഉദ്ദേശമെങ്കിൽ സ്വർഗത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഇരട്ടിയായിട്ടുണ്ടാകും. വമിൻ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു അൽ മുത്തഫഖ് അലൈഹി, അതുപോലെ മറ്റൊരു ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈദ്, അദ്ദേഹം പറഞ്ഞു ഒരു പെരുന്നാളിന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊപ്പം ഉണ്ടായിരുന്നു. ഫസല്ല ഖബ്ല അൻ യഖ്തുബ ബിഗൈരി അദാനിൻ വലാ ഇഖാമത്തിൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കോ ഇഖാമത്തോ ഇല്ലാതെ നിസ്കരിച്ചു ഖുത്ബയുടെ മുമ്പ്. ثم خطب بعدما صلى فوعظ الناس وذكرهم, അങ്ങനെ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും, അഥവാ ദീനിന്റെ വിധിവിലക്കുകളും പരലോകവും എല്ലാം ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്തു. ثم أتى النساء فوعظهن, പിന്നെ സ്ത്രീകളുടെ ഭാഗത്ത് വന്നു, സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം വന്നിട്ട് അവരെ ഉപദേശിച്ചു. വമഅഹു ബിലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഫദക്കറഹുൻ വഅമറഹുൻ ബിസ്സദഖ, അവരെയും പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും സദഖ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഖാല, എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫജഅലത്തിൽ മർഅതു തുൽഖി ഖാസമഹാ വഖുർസഹാ വശൈഅ കദാലിക്, സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ നൽകണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവിടുത്തെ വളകളും അവിടുത്തെ മോതിരവും അവിടുത്തെ കാതിലിടുന്നതും അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി സദഖയായി അവിടെ നൽകുകയുണ്ടായി. ചില ഹദീസിൽ കാണാം ബിലാൽ റളിയല്ലാഹു അൻഹു വസ്ത്രം ഇങ്ങനെ പൊന്തിച്ചു പിടിച്ച് അതിലേക്ക് ഇടുകയുണ്ടായി. فأمر النبي صلى الله عليه وسلم بلالا فجمع ما هناك, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു അതെല്ലാം ഒരുമിച്ച് കൂട്ടി വെക്കാനൊക്കെ പറഞ്ഞു. ثم قال, എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട്, ഇന്ന മിൻ കുന്ന ഫിൽ ജന്നതി ലയസീറുൻ, നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് കുറച്ചാണ്, വളരെ കുറഞ്ഞ ആളുകളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന നിലക്ക് പറഞ്ഞു. അപ്പോൾ കമ്പാരിറ്റീവ്ലി താരതമ്യേന കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഫഖാലത്ത് ഇംറഅത്തുൻ, ഇത് കേട്ടപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ, റസൂലെ എന്തുകൊണ്ടാണ് അങ്ങനെ? ഖാല, അപ്പോൾ പറഞ്ഞു, ഇന്ന കുന്ന തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ, കാരണം നിങ്ങൾ ധാരാളം ശാപവാക്കുകൾ അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഇണകളോട്, ഭർത്താവിനോട് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എല്ലാം നന്ദികേടുകൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളാവട്ടെ വാക്കാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമാണ് അതിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസ് എന്തിനുള്ള തെളിവാണ്? വഹാദാ യദുല്ലു അലാ അന്നഹുന്ന ഇന്നമാ കുന്ന ഫിൽ ജന്നതി അക്സറ ബിൽ ഹൂറിൽ ഐൻ അല്ലതി ഖുലിഖന ഫിൽ ജന്ന. ഈ ഹദീസുകൾ എന്തറിയിക്കുന്നു? സ്വർഗത്തിൽ സ്ത്രീകളാണ് കൂടുതൽ. ആരെ കൊണ്ട്? സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഹൂറുലീങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ സ്ത്രീകളാണ് കൂടുതൽ. വഅഖല്ല സാകിനിഹാ നിസാ അദ്ദുനിയ, എന്നാൽ സ്വർഗത്തിൽ കുറവുണ്ട്. ആരുണ്ട്? ദുനിയാവിലെ സ്ത്രീകൾ അവിടെ കുറവാണ്. ഫനിസാഉ ദുനിയ അഖല്ലു അഹ്ലിൽ ജന്ന വഅക്സറു അഹ്ലിൻ നാർ, ദുനിയാവിലെ സ്ത്രീകളെ മാത്രം നോക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൽ അവർ കുറവും നരകത്തിൽ അവർ കൂടുതലുമാണ്. അമ്മ കൗനുഹുന്ന അക്സറ അഹ്ലിൻ നാർ
ഫലമ്മ റവാ അൽ ബുഖാരി ഫി സഹീഹ്. പിന്നെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട് നരകത്തിൽ അവർ കൂടുതലാണ് എന്ന് അറിയിക്കുന്ന വേറെയും ഹദീസുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മിൻ ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഖാല, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅതു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കുകയുണ്ടായി, അപ്പോൾ അവിടെ അധികവും സ്ത്രീകളെയാണ് കണ്ടത്. വസ്തലഅതു ഫിൽ ജന്ന ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൽ ഫുഖറാ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി, അവിടെ അധികവും ഞാൻ കണ്ടത് ദരിദ്രന്മാരെയുമാണ്, ഫുഖറാക്കളെയുമാണ് കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഫുഖറാക്കളെയാണ് കണ്ടത് എന്നുള്ളത്. ഇവിടെ പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ദീന് പ്രബോധനം ചെയ്യുന്ന, ദഅവത്ത് ചെയ്യുന്ന വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് വളർന്നു വരുന്ന സമൂഹം. പ്രത്യേകിച്ചും എന്താ അതിന് പറയാ, ജനറേഷനിൽ പല പേരുകളിട്ട് പറയുമ്പോഴും പുതിയ കുട്ടികൾ, അതിൽ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നവർ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി അറബി പേരുകൾ ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് വളർന്നു വരുന്ന, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾ അധികമായിട്ട് ഇപ്പോൾ നിരീശ്വരവാദികളുടെ ഭാഗത്തും, കാരണം സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം ചർച്ചകളാണ്. അതായത് നമ്മൾ പലരും അതിലൊന്നും മുഴുകുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുത്തദയ്യനായിട്ട് ദീനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, സലഫിയത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി, അതുപോലെ തന്നെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പ്രായം കഴിഞ്ഞ ആളുകൾ ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി അറിയേണ്ട ആവശ്യം ഉണ്ടായിട്ടല്ല. ഞാൻ പറയുന്നത്, നമ്മൾ അശ്രദ്ധമാകുമ്പോൾ നമ്മുടെ വരും ഒരു തലമുറ ഇവിടെ ദീനിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടും അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടും വളരുന്ന ഒരു അവസ്ഥ നമ്മുടെ ചുറ്റുപാടുണ്ട്. കാരണം നമ്മുടെ മക്കളും ഒക്കെ അതിലൂടെയാണ് നമ്മൾ കാണാൻ പോവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ചെറുപ്പക്കാരെയും യുവാക്കളെയും കൗമാരക്കാരെയും വളർന്നു വരുന്ന മക്കളെയും എല്ലാം അല്ലാഹു തആല യഥാർത്ഥ അഖീദയിലും മൻഹജിലുമായിക്കൊണ്ട് വളരുന്ന രീതിയിൽ അല്ലാഹു സംരക്ഷിക്കട്ടെ. പക്ഷെ അത്രയും ഫിത്നകൾ വളർന്നിട്ടുണ്ട്, അത്രയും ഫിത്നകൾ. കാരണം മുസ്ലിമീങ്ങൾ ആയിട്ട് വളർന്ന് ജനിച്ചിട്ടുള്ള കുട്ടികൾ, അവർ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളെയും മറ്റു സംസാരം കേട്ട് തെറ്റായി ധരിപ്പിക്കുമ്പോൾ, ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടിയാണ് ഇസ്ലാമിനെ, അല്ലെങ്കിൽ തൗഹീദിനെ, അള്ളാഹുവിനോടുള്ള കടമകളെ, പരലോകത്തെക്കുറിച്ച് എല്ലാം എത്തിച്ചു കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നത് എന്താണോ അതിന് പരമാവധി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത്. അത് നമ്മുടെ അറിവ് എത്തിച്ചു കൊടുത്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമയം ചെലവഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ, എന്താണോ നമുക്ക് കഴിയുക അതെന്തെങ്കിലും ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിനെ ഇത്രയധികം വിമർശിക്കപ്പെടുമ്പോൾ അതിനെ ദിഫാ ചെയ്യാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു എന്ന് അള്ളാഹുവിന് മുമ്പിൽ ഉദ്ർ ബോധിപ്പിക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമയം അതിനു വേണ്ടി മാറ്റിവെക്കുന്ന അവസ്ഥ ഓരോ ആളുകളും വേണം. ഞാനാവട്ടെ, കേൾക്കുന്ന ഓരോരുത്തരും, അവർ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അത് ചെയ്യണം. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ സ്ത്രീകളാണ് നരകത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ധാരാളം സ്ത്രീകളെ പിന്നെ വളരുന്ന കുട്ടികൾ പിഴച്ചു പോകുന്നുണ്ട് ദീനിന്ന്. ഇത് കേൾക്കുമ്പോൾ സ്ത്രീകളെ ഇകഴ്ത്തുന്ന മതമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന നിയമങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്, ആ നിലക്ക് പറഞ്ഞു കേൾക്കുന്ന പെൺകുട്ടികൾ അവർ വളരുമ്പോൾ അവർ സ്വതന്ത്ര ചിന്ത, നിരീശ്വരവാദവും അങ്ങനെയൊക്കെ ആയിപ്പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മളെന്താണ് ഈ ഹദീസുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ദീന് മനസ്സിലായിട്ടുള്ള, തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വിശ്വസിക്കുന്ന, അത് ബോധ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ നരകത്തിൽ സ്ത്രീകൾ കൂടുതലാണെങ്കിൽ അതിൽ ഞാനാകുന്നാണ് വിചാരിക്കുക? അല്ല, സ്വർഗത്തിലുള്ള കുറഞ്ഞ സ്ത്രീകളിൽ ഞാൻ ഉൾപ്പെടട്ടെ, അതിനല്ലേ പരിശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെന്താണ്, നമുക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വലിയ കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് നമുക്കൊരു റബ്ബുണ്ട്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള നമുക്കൊരു സൃഷ്ടാവുണ്ട്, അവനോട് കടമകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മരണപ്പെടും. നമ്മൾ ആലോചിച്ചാൽ മതി, എന്തൊരു ശുഭത്തിനെയും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെയും ഒരു എൻഡ് പോയിന്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇസ്ലാമിനൊക്കെ നിഷേധിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഏതാളാവട്ടെ, ആരാവട്ടെ, ആണോ പെണ്ണാവട്ടെ, അവർക്ക് ആ ജീവിതത്തിൽ അവരുടെ ആഗ്രഹം പോലെ ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നുള്ള വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവർ ചിന്തിക്കുകയാണ്, ഈ ഹദീസ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ,
അപ്പോൾ ഇസ്ലാം ശരിയല്ല, ഇത് ശരിയായ ദീനല്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ സ്വാതന്ത്ര്യം വേണം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണം, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കണം, ഈ നിയമങ്ങൾ അനുസരിച്ച് ചട്ടക്കൂടിൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. അവരോട് നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന, നിങ്ങൾ സ്വപ്നങ്ങൾ നേടിയെടുക്കും പറഞ്ഞിറങ്ങിത്തിരിക്കുന്ന സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കുന്നവരെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നമ്മൾ ഇത് ചോദിച്ചാൽ മതി. അവർക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് പറയാം, അത് നേടിയെടുക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇതിനൊക്കെ എതിർക്കാം. ശരി, പിന്നെ ഇസ്ലാം അനീതിയാണ്, ഇതൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ജീവിതം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടോ? സാധിക്കില്ല. അവർ മരണപ്പെടും. നമുക്ക് അവിടുന്ന് സംസാരിക്കാനുള്ളത്, മരണപ്പെടും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ, അവിടെ നിന്നാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ജീവിച്ചത്? അത് സ്വതന്ത്രമായി ജീവിക്കണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ജീവിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതിനൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് അയച്ച റസൂലുണ്ട്, ആ സൃഷ്ടാവിന്റെ സംസാരമായ ഒരു കിതാബുണ്ട്, നിങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അനുസരിക്കാം. ഞാനിത് ചെയ്യണം, ഞാനിത് ഇഷ്ടപ്പെടുന്നു. ഒരു സ്ത്രീ അവർ നിഖാബ് ധരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക വേഷം ധരിക്കുന്നു, എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാം, ഇഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളത് അനുസരിക്കല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയുന്ന പോലെ, പിന്നെ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമല്ലേ? അത് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനും ജീവിക്കാൻ അനുവാദം നൽകണം എന്നുള്ളത്. സ്വാഭാവികം. എന്താ വെച്ചാൽ ഇത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ഇടയിലായിക്കൊണ്ട് ഇസ്ലാമിനെ പല രീതിയിൽ വിമർശിക്കുന്ന ചില കാര്യങ്ങൾ കാണാനിടയായി. ഭയങ്കരമായൊരു വിഷമം ഉള്ളില്. അതായത് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആത്മരോഷം പറയുമല്ലോ, ഗൈറത്ത് പറയുമല്ലോ. ഇസ്ലാമിന് എന്താണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു സാധുക്കളായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ആളുകൾ പോകുന്ന പോലെ. അതായത് ചില സ്ഥലങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ അവർക്ക് നിഖാബോ അല്ലെങ്കിൽ അതുപോലുള്ള വേഷമോ ധരിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനൊക്കെ ആളുകളുണ്ട്. മറ്റുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ, ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവർ പറയുന്നു. അപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള അള്ളാഹിനനുസരിക്കുന്ന ഒരാൾക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാവണ്ടേ? അതുപോലെ ധാരാളം കാര്യങ്ങൾ ശരിക്കും ഇസ്ലാമിന്റെ ദഅവത്ത്, അതും തൗഹീദിന്റെയും സലഫി മൻഹജിന്റെയും ദഅവത്ത് ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നമ്മളുടെ മുന്നിലുള്ളത്. വരും തലമുറയിലെ മക്കൾ വളരുന്നത് അത്രയും അപകടം നിറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അവര് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലോകം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപകടം നിറഞ്ഞ ശഹ്വത്തുകളും ശുഭത്തുകളും തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ അവർ മുന്നിൽ എത്തിച്ചേരുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് ദീന് മനസ്സിലായ, തൗഹീദ് ഉൾക്കൊണ്ട, ഈ ഒരു മൻഹജിൽ അള്ളാഹു തെരഞ്ഞെടുത്ത തൗഫീഖ് നൽകിയ ആളുകൾ, അവർ ഇപ്പോൾ നൽകുന്നതിന്റെ ഇരട്ടി സമയം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അത് നമ്മുടെ ദീന് സംരക്ഷിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ സമയവും സമ്പത്തും നമ്മുടെ കഴിവുകളും എന്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം, അഥവാ നരകത്തിൽ അധികമായി സ്ത്രീകളെ കണ്ടു, അതുപോലെ തന്നെ സ്വർഗത്തിൽ അധികമായി ദരിദ്രരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നുൽ ഖയ്യിം പറയുന്നു, വമ്മാ കൗനുഹുന്ന അഖല്ല അഹ്ലിൽ ജന്ന ഫഫി അഫ്റാദി മുസ്ലിം. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ സ്വർഗത്തിൽ അവർ കുറവാണ് തന്നെ വന്നിട്ടുണ്ട്. നരകത്തിൽ കൂടുതലാണെന്ന് വന്നതുപോലെ തന്നെ സ്വർഗത്തിൽ കുറവാണ് എന്ന നിലക്കും തന്നെ വന്നിട്ടുണ്ട്. ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ നോക്കാറുണ്ട്. അതായത് നരകത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ കുറവാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം എന്ന നിലക്ക് ന്യായീകരിക്കണമല്ലോ. അതായത് ചില ഇസ്ലാമിനെ ദിഫാ ചെയ്യുന്ന ആളുകൾക്കും മൻഹജ് ശരിയല്ലാത്ത ആളുകൾ പല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. അത് വേറൊരു ഫിത്നയാണ്. അതായത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഒരു തലക്കെന്ന് വിമർശിക്കുമ്പോൾ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ആളുകൾ ഇൽമിയായ അടിസ്ഥാനത്തിലല്ല പ്രതിരോധിക്കുന്നത്. എല്ലാവരും നല്ല ഒരു വിഭാഗം ആളുകൾ, അവർ ഇസ്ലാമിനോട് ഇഷ്ടമാണ്, പക്ഷെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ദഅവത്തിന്റെ മൻഹജ്, ഇപ്പൊ ഉലമാക്കൾ പറയല്ലോ, ദഅവത്തിനൊരു മൻഹജ് ഉണ്ട്, ആ മൻഹജ് ഇല്ലാതെ ദഅവത്ത് ചെയ്തിട്ട് കാര്യമില്ല. സലഫുകളുടെ രീതിയുണ്ട്. ഉദാഹരണത്തിന് ചില ആളുകൾ അവരുടെ ദഅവത്ത് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ആയിട്ടാണ് അവർ ചെയ്ത കാര്യമാണ് ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്.
ഹസനുൽ ബസ്രി റഹിമഹുള്ളയാണോ സലഫുകളിൽ ചില ആളുകളോട്, ചില പണ്ഡിതന്മാരോട് ചില യുവാക്കൾ വന്ന് ചോദിച്ചു, ഭരണാധികാരി ഇപ്പൊ ഹജ്ജാജോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതുപോലുള്ള ഭരണാധികാരികൾ അക്രമം ചെയ്യുന്നു, അപ്പൊ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടരുത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അള്ളാഹ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതായത് അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കും. ഇപ്പൊ മുഅ്തസിലിയാക്കളുടെ ഉസൂലുകളിൽ ഒന്ന് അൽ അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകറാണ്. മുഅ്തസിലിയാക്കൾക്ക് 5 ഉസൂലുണ്ട്, അതിലൊന്ന്. ആ ഒരു ഉസൂലിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതാണ്. അവിടെ പറഞ്ഞത് നമ്മളൊരു കാര്യം പ്രതിരോധിക്കുമ്പോൾ അതിനൊരു മനഹജുണ്ട്. അപ്പൊ ചില ആളുകളെങ്കിലും പറയാറുള്ള ഒരു കാര്യമാണ്, നരകത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ കുറവാണ് എന്നതിന് അർത്ഥമില്ലല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അൻ മുത്തരിഫ് ബിൻ അബ്ദില്ലാ അന്നഹു കാനത് ലഹു ഇംറഅതാൻ ഫജാഅ മിൻ ഇൻദ ഇഹ്ദാഹിമാ. മുത്തരിഫ് ഇബ്നു അബ്ദില്ലാ, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതിലൊരു സ്ത്രീയുടെ അടുക്കൽ നിന്ന് വന്ന സമയത്ത് ഫഖാലത്തുൽ ഉഖറ, മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ജിഅത മിൻ ഇൻദി ഫുലാന, അവളുടെ അടുത്ത് നിന്നാണോ വരുന്നത് എന്ന നിലക്ക് ചോദിച്ചു. ഫഖാല ജിഅതു മിൻ ഇൻദി ഇമ്രാൻ ഇബ്നു ഹുസൈൻ. അപ്പോൾ മുത്തരിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ വരുന്നത് ഇമ്രാൻ ഇബ്നു ഹുസൈനിന്റെ അടുത്ത് നിന്നാണ്. ഒന്നാമത്തെ ഭാര്യയിൽ നിന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈനിന്റെ അടുത്ത് പോയിട്ടാണ് വരുന്നത്. ഫഹദ്ദസനാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഉദ്ധരിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖല്ല സാകിനി അൽ ജന്ന അന്നിസാ, സ്വർഗ്ഗത്തിൽ കുറവായിട്ടുള്ളവർ അത് സ്ത്രീകളാണ്. ദുനിയാവിലെ സ്ത്രീകളെ പറ്റിയിട്ടാട്ടോ, ദുനിയാവിലെ സ്ത്രീകളാണ് സ്വർഗത്തിൽ കുറവായിട്ടാണ് ദുനിയാവിലെ സ്ത്രീകൾ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ ഹൂർലിങ്ങളെ കണക്ക് വെച്ചിട്ടല്ല, സ്ത്രീ എന്നുള്ള പദത്തിൽ വെച്ചിട്ടല്ല, ദുനിയാവിലെ സ്ത്രീകൾ സ്വർഗത്തിൽ ദുനിയാവിലെ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നരകത്തിലാവണമെന്ന് തീരുമാനിച്ചു കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സ്വർഗത്തിലുള്ള സ്ത്രീകളുണ്ടല്ലോ, അതിൽ ഉൾപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഉൾപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി അതല്ല, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നാണെങ്കിൽ നിങ്ങൾ എത്ര വരെ പോകും? നിങ്ങൾ പറയുന്ന വാദമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയോ നിങ്ങൾക്ക് ശൈത്താൻ ഇട്ട് തരുന്ന ശുഭത്തുകളുമായിട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും? എവിടെയാണ് നിങ്ങൾ ചെന്നെത്തുക? അതുകൊണ്ട് തസ്ലീം, എന്താണോ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് വിശ്വസിക്കുക, അതിൽ കീഴൊതുങ്ങുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. അടുത്തത് ഫീമൻ യദ്ഖുലുൽ ജന്ന മിൻ ഹാദിഹിൽ ഉമ്മ ബിഗൈരി ഹിസാബിൻ വദിക്രി ഔസാഫിഹിം. ഇനി അടുത്തത് വരുന്നത് സ്വർഗത്തിൽ വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന ആളുകൾ, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ വിശേഷണങ്ങൾ എന്ന കാര്യങ്ങളാണ്. സ്വർഗത്തിൽ വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന ആളുകൾ, വിചാരണയോ ശിക്ഷയോ ഒന്നുമില്ല, വിചാരണ ഉണ്ടെങ്കിലേ ശിക്ഷ ഉള്ളൂ, ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ. പലപ്പോഴും ഈ ഹദീസ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. കിതാബു തൗഹീദിന്റെ ബാബുകളിൽ, തഹ്ഖീഖു തൗഹീദിന്റെ ബാബിൽ നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. അതിന്റെ പ്രാധാന്യം അത്രയും വലുതാണ്, അതുകൊണ്ട് എന്തായാലും വായിക്കേണ്ടതാണ്. കൊടുക്കുന്നു. സബത ഫി സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, يدخل الجنة من أمتي زمرة هم 70,000 تضيء وجوههم إضاءة القمر ليلة البدر. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം പ്രവേശിക്കും. 70,000 ആളുകളാണ് അവർ. അവരുടെ മുഖം പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രൻ വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാകും എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസ്, വമിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിളത് അലയ്യൽ ഉമമു ഫറഅയ്തു അൻ-നബിയ്യ വമഅഹു അർ-റുഹൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്റെ അടുക്കൽ ഉമ്മത്തുകളെ കാണിക്കപ്പെട്ടു, മുൻപ് കഴിഞ്ഞ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്. അങ്ങനെ ചില നബിമാരോടൊപ്പം 10ൽ താഴെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. വന്നബിയ്യ മഅഹു അർ-റജുല വർ-റജുലാൻ, ചില നബിമാരുടെ കൂടെ ഒരാളോ അല്ലെങ്കിൽ 2 ആളോ ഒക്കെ ഉള്ളൂ. വന്നബിയ്യ വലൈസ മഅഹു അഹദുൻ, ചില നബിമാരെ കണ്ടു, അവരോടൊപ്പം ആരുമില്ല, വിശ്വസിച്ചതായിട്ട് ആരുമില്ലാത്ത അവസ്ഥ. വറുഫിഅ ലി സവാദുൻ അദീമുൻ, അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഒരു വലിയ വിഭാഗം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ വലിയൊരു വിഭാഗത്തെ ആളുകളെ കാണിക്കപ്പെട്ടത് എനിക്ക്.
ഫവനൻതു അന്നഹും ഉമ്മത്തി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഉമ്മത്തായിരിക്കും, ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മത്തായിരിക്കും, അത്രയും കൂടുതൽ ആളുകളുണ്ടല്ലോ. ഫഖീല ലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ഹാദാ മൂസ വ ഖൗമുഹു, ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖൗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്താണ്. വലാകിനും ദുർ ഇലൽ ഉഫുഖ്, എന്നിട്ട് പറഞ്ഞു നീ അതിൻ്റെ മുകളിലോട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഫനദർതു, അങ്ങനെ ഞാൻ നോക്കി. ഫഇദാ സവാദുൻ അദീമുൻ, അവിടെ വേറൊരു വലിയ ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഫഖീല ലി, എന്നിട്ട് എന്നോട് പറയപ്പെട്ടു, ഹാദിഹി ഉമ്മത്ത്, ഇതാണ് നിന്റെ ഉമ്മത്ത്, നിന്റെ ഉമ്മത്ത് ഇതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. വമഅഹും 70,000, അതിൽ തന്നെ 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ഒരു വിചാരണയും ഉണ്ടാവില്ല, ശിക്ഷയും ഉണ്ടാവില്ല, അവർക്കൊന്നുമില്ല. അവർക്ക് മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തെ വിചാരണയോ ശിക്ഷയോ ഒന്നും നേരിടേണ്ട, അവർക്ക് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് പോയി. ആ കേട്ട സഹാബികളാകെ മുഴുകി, ഇതാരാണ് ഈ കൂട്ടര്, ആരാണ് വിചാരണയും ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുക? ചെറിയൊരു കാര്യമല്ല. അതായത് പരലോകത്ത് വിചാരണക്ക് നിൽക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ ആരാണ്? ഫഖാല ബഅ്ദുഹും, അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി, ഇതാരായി കൂട്ടർ. അവർ ചിലർ പറഞ്ഞു, ലഅല്ലഹുമുൽ ലദീന സഹിബൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളായിരിക്കും. അവരെ ചർച്ച ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജിഹാദ് ചെയ്ത, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് കേട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നിസ്കരിച്ച സഹാബികളായിരിക്കും. വഖാല ബഅ്ദുഹും, മറ്റു ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുൽ ലദീന വുലിദൂ ഫിൽ ഇസ്ലാം, അവർ പറഞ്ഞു ഇസ്ലാമിലായിക്കൊണ്ട് ജനിച്ച ആളുകളായിരിക്കും. കാരണം അധിക ആളുകളും, ഇപ്പോൾ സഹാബികളിൽ തന്നെ അധിക ആളുകളും ശിർക്കിൽ നിന്ന് മാറി വന്നിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലുള്ള, അല്ലെങ്കിൽ ജഹാലത്ത് നിന്ന് വന്നിട്ടുള്ള, അങ്ങനെ അല്ലാതെ ഇസ്ലാമിലായിക്കൊണ്ട് പിന്നെ ജനിച്ച, ഫലം യുശ്രികൂ ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ ഒന്നും ശിർക്ക് ചെയ്യാത്ത ആളുകളായിരിക്കും എന്ന നിലക്ക് വേറെ ചിലർ പറഞ്ഞു. വദക്കറു അഷ്യ, അങ്ങനെ പല അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് ആളുകൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മല്ലദീ തഖൂദൂന ഫീഹി, നിങ്ങൾ എന്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ നിങ്ങൾ മുഴുകിയിട്ടിരിക്കുന്നത്, എന്തിലങ്ങനെ ചർച്ച എന്നൊക്കെ ചോദിച്ചു. ഫഅഖ്ബറൂഹു, അപ്പോൾ സഹാബികൾ കാര്യം പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞു പോയി, അപ്പോൾ ആരാണത് എന്നുള്ള ചർച്ചയായിരുന്നു. ഫഖാല, അവിടുന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുൽ ലദീന ലാ യർഖൂൻ വലാ യസ്തർഖൂൻ, അവർ റുഖിയ ചെയ്യാത്തവർ, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത്. ഇത് സഹീഹ് മുസ്ലിം റിവായത്താണ്. പക്ഷേ ഇതിന്റെ വലാ യർഖൂൻ വലാ യസ്തർഖൂൻ എന്നുള്ള പദങ്ങൾ റുഖിയ ചെയ്യാത്തവർ എന്നുള്ളതിന്റെ ആശയവും ഈ റിവായത്തിന്റെ പിന്നെ എസ്തർഖൂൻ എന്നുള്ള പദമാണ്. ഒരുപാട് ചർച്ചകളുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നിരുന്നാലും റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്ത, ഒരാളെ കൊണ്ട് റുഖിയ ചെയ്യിപ്പിക്കാത്ത ഒരാളാണ് എന്ന ആശയമാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലാ യർഖൂൻ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊണ്ട് റുഖിയ ചെയ്യിപ്പിക്കാത്ത, അതുപോലെ തന്നെ വലാ യസ്തർഖൂൻ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാത്ത, യതതയ്യറൂൻ ശകുനം നോക്കാത്ത, വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവർ റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന. പിന്നെ കൈയുമായി ബന്ധപ്പെട്ട്, കരിക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വേറെ റിവായത്തുണ്ട്. ഈ റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഫഖാമ ഉഖാശത്ത് ഇബ്നു മിഹ്സൻ, ഇത് കേട്ടപ്പോൾ ഉഖാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഫഖാല ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, റസൂലേ എന്നെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, താങ്കൾ അതിൽ പെട്ടതാണ്, ഉഖാശ റളിയല്ലാഹു അൻഹുവോട്. ثم قام رجل آخر, പിന്നെ വേറെ ആൾ എഴുന്നേറ്റു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണം പറഞ്ഞു. ഫഖാല സബഖക ബിഹാ ഉഖാശ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖാശ നിന്നെ മുൻകടന്നു എന്ന് പറഞ്ഞു. അഥവാ ദുആ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉഖാശ അത് ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആൾ എന്നുള്ളതുകൊണ്ട് അത് കഴിഞ്ഞു. ഈ കേട്ട ചോദിച്ച സഹാബി അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം, ആകാം ആകാതിരിക്കാം. പക്ഷെ ഉഖാശ റളിയല്ലാഹു അൻഹു അതിലാണ് ഉൾപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് സംശയമില്ലാതെ ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൽ വന്നിട്ടുള്ള വിഷയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്,
والنبي صلى الله عليه وسلم جعل الوصف الذي يستحق به هؤلاء دخول الجنة بغير حساب هو تحقيق التوحيد وتجديده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറഞ്ഞ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന 70,000 ആളുകൾ അവരുടെ വിശേഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഹ്ഖീഖുത് തൗഹീദ് വതജ്ദീദുഹു, തൗഹീദ് തഹ്ഖീഖ് ചെയ്യലും സാക്ഷാത്കരിക്കലും അതിനെ ശിർക്കിന്റെ ഒരു അംശവും വരാതെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന അവസ്ഥയിൽ മരണപ്പെടുന്ന ആളുകളുമാണ്. അതാണ് അവരുടെ വിശേഷണം എന്നുള്ളതാണ്. ഈ നമ്മൾ വളരെയധികം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അത് തഹ്ഖീഖു തൗഹീദാണ് നമ്മൾ എപ്പോഴും സ്വയം പഠിക്കണം. തൗഹീദ് പഠിക്കുന്ന ആളുകളോടാട്ടോ പറയുന്നത്. തൗഹീദ് പഠിച്ച് തൗഹീദ് പ്രയോഗവൽക്കരിച്ച് അതിൽ മുന്നോട്ട് പോകുന്ന ആളുകളോടാണ് പറയുന്നത്. ശിർക്കിന്റെ ആളുകൾക്ക് തൗഹീദിന്റെ അടിസ്ഥാനം പറഞ്ഞു കൊടുക്കുന്ന മേഖലയിലല്ല. നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം എന്നുള്ളത് തഹ്ഖീഖു തൗഹീദാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അത് വലിയൊരു ലക്ഷ്യമാണ്. തൗഹീദിന്റെ ഉലമാക്കൾ പല രീതിയിൽ അതിനെ ഖസ്മ് ചെയ്തിട്ട് പറയാറുണ്ട്. അതിൽ ചുരുങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദ് തഅലീമിന്റെ ബാബ്, പഠിക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ ഘട്ടം വാജിബായ തൗഹീദ് എന്നും പറയും. നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട തൗഹീദ്, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഹക്കുകളുണ്ട്, അതിന് വിളിച്ചു വരുത്താൻ പാടില്ല എന്നുള്ളത്. അത് അക്ബർ ആയിട്ടുള്ള ശിർക്കൊന്നും വരില്ല എന്നെടുക്കണം. രണ്ടാമത്തേത് മുസ്തഹബായ തൗഹീദ് ഉണ്ട്. മുസ്തഹബായിട്ടുള്ള തൗഹീദ്, അതിലാണ് തഹ്ഖീഖു തൗഹീദ് വരുന്നത്. മുസ്തഹബായ തൗഹീദിന്റെ മുകളിലാണ് തഹ്ഖീഖു തൗഹീദ്. മുസ്തഹബായ തൗഹീദ് അഥവാ ശിർക്കിന്റെ ചെറിയ ഭാഗങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ തൗഹീദിനെ കാത്തുസൂക്ഷിക്കുന്നു. തഹ്ഖീഖു തൗഹീദ് എന്ന് പറയുമ്പോൾ മക്രൂഹായ കാര്യങ്ങളും ഒന്നുമില്ലാതെ ഏറ്റവും ഉന്നതമായത്. ചില പണ്ഡിതന്മാർ അതിനെ ഒന്നുകൂടി തഹ്ഖീഖു തൗഹീദിന്റെ മുകളിലായിക്കൊണ്ട് തഹ്ഖീഖു കമാലി തൗഹീദ്, തൗഹീദിന്റെ പരിപൂർണതയെ സാക്ഷാത്കരിക്കുന്ന അവസ്ഥ എന്നും പറഞ്ഞത് കാണാം. പരിപൂർണമായിട്ടുള്ള തൗഹീദിന്റെ പൂർത്തീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടം ആളുകളോട് അല്ലെങ്കിൽ ചില സഹാബികളോട് കാര്യം പറയുമ്പോൾ അതിനേക്കാൾ മുകളിലുള്ള ദർജകളിലുള്ള സഹാബികളോട് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് ചില സഹാബികളോട് ശബ്ദം കുറച്ചുകൊണ്ട് ബൈഅത്ത് വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാവരോടും പോയി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അതെല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഒരാളുകൾ ഉണ്ടാകും, വ്യത്യസ്ത ദർജയിലുണ്ടാകും. തൗഹീദിന്റെ അസ്ല എല്ലാവർക്കും വേണം. അസ്ലിയായ തൗഹീദ് അല്ലെങ്കിൽ വാജിബായ തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അസ്ലിയായ തൗഹീദ് അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത് ശിർക്കിന്റെ ആളുകളെ. പക്ഷെ തൗഹീദ് കിട്ടിയ ആളുകളോ അവർക്ക് ഒരുപാട് കടമ്പകൾ മുന്നോട്ടുണ്ട്. വാജിബായ തൗഹീദ് ഉണ്ട്, മുസ്തഹബായ തൗഹീദ് ഉണ്ട്, തഹ്ഖീഖു തൗഹീദ് ഉണ്ട്, തഹ്ഖീഖു കമാലി തൗഹീദ് ഉണ്ട്. തൗഹീദിനെ കുറിച്ചുള്ള പഠനം അവസാനിക്കുന്നില്ല. പല ആളുകളും തൗഹീദിലുള്ള ആളുകൾ അല്ലെങ്കിൽ തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ പലപ്പോഴും അവർ ദീനിയായിട്ട് മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു കാരണം അവരെല്ലാം തികഞ്ഞു എന്നുള്ള ബോധമാണ്. അതായത് തൗഹീദ് കിട്ടി, ഞാൻ തൗഹീദ് ഉള്ള ആളാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അതുപോലെ സുന്നത്തുള്ള ആളാണ്, വിദഅത്ത് ചെയ്യുന്നില്ല, ഇനി എന്ത്, അപ്പൊ ഞാൻ കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ മരിച്ചാൽ മതി, സ്വർഗത്തിൽ കടന്നാൽ മതി എന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ശൈത്താൻ ഏറ്റവും പിഴപ്പിക്കാൻ നോക്കുന്ന ആരെയാണ്? തൗഹീദുള്ള ആളുകളാണ്. കാരണം തൗഹീദുള്ളവരെ ശിർക്കിലേക്ക് എത്തിക്കണം. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? നമ്മൾ തൗഹീദ് പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. കാലം കൂടുമ്പോൾ ഖൽബിന് ഖസ്വത്ത് ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലോ അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ലക്ഷ്യം തഹ്ഖീഖു തൗഹീദ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായിക്കൊണ്ട് ഈ ആളുകളെ ആക്കാനുള്ള കാരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫലാ യസ്അലൂന ഗൈറഹും അൻ യർഖിയഹും വലാ യതതയ്യറൂൻ. അവർ വേറെ ആളുകളോട് ചോദിക്കില്ല, ആവശ്യപ്പെടില്ല. അവർക്ക് വേണ്ടി റുഖ്യ ചെയ്യണമെന്ന് അവർ എന്ത് ചെയ്യില്ല? ചോദിക്കുകയില്ല, ആവശ്യപ്പെടുകയില്ല. അതുപോലെ തന്നെ അവർ ശകുനം നോക്കൂല. യതതയ്യറൂൻ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തുണ്ടായിരുന്ന ശകുനത്തിന്റെ ഒരു രീതിയാണ്. ശകുനം നോക്കുമ്പോൾ ഇപ്പൊ ഏത് തരത്തിലാണെങ്കിലും ഇന്ന വഴിക്ക് പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന കാലം ഏത് ശകുനം നോക്കലാവട്ടെ ഒക്കെ അതിൽ ഉൾക്കൊണ്ടു. വത്തിയറത്തു എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, തിയറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗഉ മിന ശിർക്കിന്റെ ഒരു ഇനമാണ്. വയതവക്കലൂന അലല്ലാഹി വഹ്ദഹു ലാ അലാ ഗൈരിഹി. എന്നാൽ ഒരു മുവഹിദ് എങ്ങനെയായിരിക്കണം? അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവനാണ്, വേറെ ഒന്നിലും എല്ലാം വരമേൽപ്പിക്കുന്നത്. അവന് ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ പൂച്ച കുറുകെ ചാടിയാൽ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു തവക്കുൽ ചെയ്യുന്നു.
വതർക്കുഹും അലിസ്തിർഖാ വത്തതയ്യുർ ഹുവ മിൻ തമാമി തവക്കുലി അലല്ലാഹ്. ഒരാൾ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടാതെ അത് ഒഴിവാക്കലും അതുപോലെ തന്നെ ശകുനം നോക്കി ഒഴിവാക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് തവക്കുലിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. കമാ ഫിൽ ഹദീസ്, ഏതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്, തിയറത്തു ഷിർക്കുൻ, തിയറത്ത് ശകുനം നോക്കൽ ഷിർക്കാണ് എന്നുള്ളത്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ ഇബ്നു ഖയ്യിം കൊടുക്കുന്നുണ്ട്. ഖാല ഇബ്നു മസ്ഊദിൻ വമാ മിന്നാ ഇല്ലാ വലാകിന്ന അല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ. ഈ തിയറത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ശകുനം നോക്കുന്നതിനെ പറ്റി പറയുന്നിടത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വമാ മിന്നാ ഇല്ലാ, നമ്മളിൽ ഒരാളും തന്നെ ഇല്ല ശകുനമില്ലാത്തതായിട്ട്. അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നിലക്ക് ഞാൻ ഇന്ന് ഈ സമയത്ത് ഇറങ്ങിയോണ്ടായിരിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതായതുകൊണ്ടോ അങ്ങനെയൊക്കെ തോന്നാത്തതായിട്ട്, വിശ്വസിക്കുന്നു എന്നല്ല, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ തോന്നാത്തതായിട്ട് ആരും തന്നെ നമ്മളില്ല. പക്ഷേ വലാകിന്ന അല്ലാഹു യുദ്ഹിബുഹു ബിത്തവക്കുൽ, അള്ളാഹു നമ്മൾക്ക് അതിനെക്കുറിച്ച് വലിയ ചിന്തയോ പരിഗണനയോ കൊടുക്കാതെ അത് ഒഴിവാക്കി തരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തവക്കുലിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് തോന്നുക എന്നുള്ളത് തോന്നാത്ത ഒരാളുമില്ല. ഏതെങ്കിലും നിലക്കൊക്കെ ഏതെങ്കിലും നിലക്ക് തോന്നിയേക്കാം. പക്ഷെ അത് ഒഴിവാകുന്നത് എന്തുകൊണ്ടാണ്? അവന് തവക്കുൽ ഉള്ളത് കൊണ്ടാണ്. ഫതവക്കുൽ യുനാഫി അത്തതയ്യുർ, തവക്കുൽ ഈ ശകുനം നോക്കുന്നതിന് എതിരാണ്, അഥവാ എതിരായി നിൽക്കുന്നു. വമ്മാ റുഖിയത്തുൽ ഗൈരി ഫഹിയ ഇഹ്സാനു മിനർ റാഖി, എന്നാൽ വേറൊരാളെ റുഖിയ ചെയ്യുക എന്നുള്ളത്, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടൂല എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും വേറൊരാളെ റുഖിയ ചെയ്യുന്നതൊക്കെ അതിൽ മോശമാണ്. അതായത് ഒരാൾ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് തഹ്ഖീഖു തവക്കുൽ അല്ലെങ്കിൽ തഹ്ഖീഖു തൗഹീദ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾ റുഖിയ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ആ റാഖി എന്ന് വിചാരിക്കുക ഞാൻ ചെയ്യുന്നത് മോശമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ റാഖി ചെയ്യുന്നത് മറ്റുള്ളവരോടുള്ള ഇഹ്സാനാണ്, ഒരു നന്മയാണ് ചെയ്യുന്നത്. വഖദ് റഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം റുഖിയ ചെയ്തിട്ടുണ്ട്. വാദിന ലഹു ഫി റുഖ, റുഖിയ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. വഖാല ലാ ബഅസ ബിഹാ മാ ലം യകുൻ ഫീഹാ ശിർക്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയയുടെ കാര്യം ചോദിച്ചപ്പോൾ റുഖിയ ചെയ്തോളും, ശിർക്കില്ലാത്ത ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അതുപോലെയുള്ള റുഖിയകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. വസ്തഅ്ദനൂ ഫീഹാ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് അനുവാദം ചോദിച്ചപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫലിയൻഫഅഹു, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്റെ സഹോദരന് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യട്ടെ. അഥവാ ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ അവന് ഏതെങ്കിലും രോഗം, ശാരീരികമായിട്ടുള്ളതോ മനസ്സിനോ ബാധിച്ചിട്ടുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എങ്കിൽ അത് നമുക്കറിയാമെങ്കിൽ, നമുക്ക് റുഖിയ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ ഒരു ഉപകാരം അവന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ ചെയ്യട്ടെ. അവനെ കൊണ്ട് ചോദിക്കാൻ നിൽക്കണ്ട, അവൻ ചോദിച്ച് അവൻ ആവശ്യപ്പെട്ട് അതിന് കാത്തു നിൽക്കണ്ട. അങ്ങനെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അവന് ചെയ്തു കൊടുക്കട്ടെ. അവന് ഉപകരിക്കാൻ പറ്റുമെങ്കിൽ അവനതിന് ആവശ്യക്കാരനാണ് എങ്കിൽ അവനതിന് ഉപകരിക്കട്ടെ. വഹാദ യദുല്ലു അലാ അന്നഹാ നഫ്ഉൻ വ ഇഹ്സാനുൻ. അപ്പോൾ ഈ ഹദീസുകളൊക്കെ റുഖിയ ചെയ്യുക എന്നുള്ളത് ഉപകാരപ്രദമായതും അത് വേറൊരാൾക്ക് ചെയ്യുക എന്നുള്ളത് ഒരു നന്മയുമാണ്. വദാലിക മുസ്തഹബ്ബുൻ മത്ലൂബുൻ ലില്ലാഹി വ റസൂലിഹി, അത് മുസ്തഹബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നിലക്ക് ദീനിന്റെ ഒരു ആവശ്യകതയായിട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് റുഖിയ ചെയ്തു കൊടുക്കുക. അത് അതിലൊരു മോശമില്ല, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കേണ്ടതല്ല, അതൊരു നന്മയാണ്, ഇഹ്സാനാണ്. പക്ഷെ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ് പ്രശ്നം. ഫറാഖി മുഹ്സിനുൻ, റുഖിയ ചെയ്യുന്നവൻ മുഹ്സിന, ഒരു ഇഹ്സാൻ ചെയ്യുന്നവനാണ്, ഒരു നന്മയാണ് അവൻ ചെയ്യുന്നത്. ഫൽ മുസ്തർഖി, എന്നാൽ റുഖിയ ചെയ്യാൻ ചോദിക്കുന്ന ഒരുത്തന്റെ അവസ്ഥ എന്താണ്? സായിലുൻ റാജിൻ നഫ്അൽ ഗൈർ, റുഖിയ ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ എന്താണ്? വേറൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ച് വേറൊരാളോട് ഒരു ഉപകാരം ചോദിക്കുന്ന പോലെയാണ് അത്. അപ്പോൾ തഹ്ഖീഖു തവക്കുൽ യുനാഫി ദാലിക്, ഒരാളുടെ തവക്കുൽ തഹ്ഖീഖ് ചെയ്യുമ്പോൾ അതവന് ചോദിച്ചതല്ല. അതായത് വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിച്ച് അവനോട് ചോദിച്ച് ആവശ്യപ്പെടുക അല്ലെങ്കിൽ യാചിക്കുക, അതുപോലുള്ള കാര്യമൊക്കെ തഹ്ഖീഖ് തവക്കുലിന് എതിരാണ്. അതുകൊണ്ടാണ് റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെ വിരോധിച്ചത്. പക്ഷെ റാഖി റുഖിയ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇഹ്സാനാണ്, നന്മയാണ്, ചെയ്യേണ്ടതാണ്, ഉപകാരപ്രദമുള്ളതാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഫൈൻ ഖീല, ഇനി ആരെങ്കിലും ചോദിക്കുകയാണ്, ഫആയിഷതു ഖദ് റഖത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജിബ്രീൽ ഖദ് റഖാഹു, ഇനി ഇതിലൊരു സംശയമായിട്ട് ചില ആളുകൾ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ചെയ്തു കൊടുത്തല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കൊടുത്തല്ലോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുകൊണ്ടല്ല അങ്ങനെ ചെയ്തത് എന്ന നിലക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ട് എങ്കിൽ ഖീല അജൽ, ശരിയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവസാന രോഗമായിരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലാകിൻ ഹുവ ലം യസ്തർഖി, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? റുഖിയ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്തു കൊടുത്തതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖുൽ ലാ യർഖീഹിം റാഖിൻ വഇന്നമാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു റാഖി റുഖിയ ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. പക്ഷെ അവിടുന്ന് പറഞ്ഞത് ലാ യത്ലുബൂന മിൻ അഹദിൻ അൻ യർഖിയഹും, മറ്റൊരാളോടും ആവശ്യപ്പെടരുത്, റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഫി ഇംതിനാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഉ ലിർറജുലി الثاني സദ്ദൻ ലിബാബി തലബ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞത് അഥവാ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെടരുത് എന്നുള്ള നിലയ്ക്ക് ഇവിടെ തടഞ്ഞിട്ടുള്ള ബാബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സദ്ദു ദരിയ പോലെ ഒരു അപകടത്തിലേക്ക് എത്തുന്നതിന് തടഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ മറ്റൊരാളോട് ദുആ ചെയ്യുന്നൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. فإنه لو دعا لكل من سأله ذلك فربما طلبه من ليس من أهله والله أعلم, അഥവാ ഇത് മറ്റൊരാൾ തേടുന്ന ആവശ്യപ്പെടുന്ന ചോദിക്കുന്ന രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളിലേക്ക് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആ നിലക്ക് ആവശ്യപ്പെടുന്ന നിലക്കൊക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്, അതാ പിന്നെ ദുആയിന് അർഹതയില്ലാത്ത ആളുകളിലേക്ക് അതുപോലുള്ള തേട്ടങ്ങളെല്ലാം പോകുന്നതിലേക്ക് പോകാതിരിക്കാനാണ് ആ തടസ്സം വെച്ചിട്ടുള്ളത്. في ذكر حثيات الرب تبارك وتعالى الذين يدخلهم الجنة, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുമ്പോൾ പല രീതിയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ അല്ലാഹു തആല കോരിയെടുത്തുകൊണ്ട് ഇടുന്ന അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് കോരിയെടുത്തിടുന്നത് പോലെ സ്വർഗത്തിലേക്ക് ആളുകളെ അങ്ങനെ പ്രവേശിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ. അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വഅദനി അൻ യുദ്ഖിലൽ ജന്ന മിൻ ഉമ്മത്തി 70000 ബിഗൈരി ഹിസാബിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70000 ആളുകളെ ഒരു വിചാരണയില്ലാതെ പ്രവേശിപ്പിക്കും എന്നുള്ളത് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ യദ്ഖുലുൽ ജന്ന പ്രവേശിക്കും. قال يزيد بن الأخنس والله ما أولئك في أمتك يا رسول الله إلا مثل الذباب الأصهب في الذبان, റസൂലെ ഈ ആളുകൾ അഥവാ 70000 ആളുകൾ പ്രവേശിക്കുന്നവർ താങ്കളുടെ ഉമ്മത്തിൽ ഈ ഈച്ചകളിൽ പ്രത്യേക നിറത്തിലുള്ള അല്ലെങ്കിൽ റയറായി കാണുന്ന ഒരു ഈച്ചയെ പോലെയുള്ള അത്രയല്ലേ ഉണ്ടാവുള്ളൂ, കുറവല്ലേ ഉണ്ടാവുള്ളൂ എനിക്ക് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإن الله وعدني 70000 مع كل 1000 70000, 70000 അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിൽ ഓരോ 1000-നോടൊപ്പവും 70000 ആളുകളെയും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വസാദ ഫീ സലാത്തി ഹസയാത്ത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു കൈകൊണ്ട് കോരുന്ന പോലെ 3 കോരികളായിക്കൊണ്ട് അത് 3 ഇരട്ടിയായിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിലക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ അളവിൽ അത്രയും ഉണ്ട് എന്ന നിലക്ക്. عن أبي بكر بن عمير, മറ്റൊരു ഹദീസ് അതിനെ അറിയിക്കുന്നത് عن أبيه رضي الله عنه أن النبي صلى الله عليه وسلم قال إن الله وعدني أن يدخل من أمتي 300,000 الجنة, അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ 3,00,000 ആളുകളെ എന്തു ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഫഖാല ഉമൈർ, ഇത് കേട്ടപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്നാ, ഫഖാല ഹകദാ ബിയദി, അള്ളാഹുവിന്റെ റസൂലെ അതൊന്ന് വർദ്ധിപ്പിച്ച് തരാൻ പറയണം എന്ന നിലക്ക് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ കോരി കാണിച്ചു ഇത്ര ഉണ്ടാവും നിലക്ക്. ഫഖാല ഉമൈർ, വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്നാ, റസൂലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനിയും ആളുകൾ ഉണ്ടാവട്ടെ, നിങ്ങൾ വർദ്ധിപ്പിച്ച് തരണം എന്ന നിലക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാനും അപ്പോൾ വീണ്ടും പറഞ്ഞു. ഫഖാല ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബുക യാ ഉമൈർ, ഉമൈർ ഇത് മതി. ഫഖാല, അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, മാ ലനാ വലക യാ ഇബ്നുൽ ഖത്താബ് വമാ അലൈക അൻ യുദ്ഖിലന അല്ലാഹുൽ ജന്ന, എന്താ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു, ഉമറേ നിനക്കെന്താ പ്രശ്നം, നിനക്കിതിൽ എന്താ കാര്യം, അല്ലാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ എന്താ പണക്കെന്തായാലും പ്രശ്നം എന്ന നിലക്ക് ചോദിച്ചു. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, إن الله عز وجل إن شاء أدخل الناس الجنة بحفنة أو بحثية واحدة, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ആളുകളെ ജനങ്ങളെല്ലാം ഒറ്റൊരു കോരിയായിക്കൊണ്ട് അഥവാ ഒറ്റൊരടിക്ക് തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ കോരിയിട്ട് അങ്ങനെ പ്രവേശിപ്പിക്കാവുന്നതേ ഉള്ളൂ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ന് പറഞ്ഞു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ ഉമർ, ഉമർ പറഞ്ഞത് സത്യമാണ്, അഥവാ
അള്ളാഹു തആലക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എത്രയും ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് കോരി പ്രവേശിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അള്ളാഹു തആല ഇത്രയും ആളുകൾക്ക് വാഗ്ദാനം ചെയ്തത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന നിലയ്ക്ക്. عن أنس رضي الله عنه മറ്റൊരു ഹദീസ് അറിയിക്കുന്നത് عن النبي صلى الله عليه وسلم قال يدخل الجنة من أمتي 70,000 എൻ്റെ ഉമ്മത്തി 70,000 ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഖാലു സിദ്നാ യാ റസൂലല്ലാഹ്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലേ അതിലും കൂടുതൽ അധികരിപ്പിച്ചു തരണം. ഖാല ലികുല്ലി റജുലിൻ 70,000. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 70,000 ആളുകൾ പ്രവേശിക്കും പറഞ്ഞല്ലോ, അതിൽ ഓരോ ആളുകളുടെ ഒപ്പം 70,000 ആളുകൾ, 70,000 ആളുകൾ അതിൽ ഓരോ ആളുടെ ഒപ്പം 70,000 ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, വർദ്ധിപ്പിച്ചു കൊടുത്തു. ഖാലു സിദ്നാ യാ റസൂലല്ലാഹ്. വീണ്ടും ആവശ്യപ്പെട്ടു, റസൂലേ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. വകാന അലാ കസീബിൻ ഫഹസാ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മണൽ കുമ്പാരത്തിന്റെ മേലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു കോരി കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ട് കാണിച്ചു. ഖാലു സിദ്നാ യാ റസൂലല്ലാഹ്. റസൂലേ വീണ്ടും വർദ്ധിപ്പിക്കണം. അപ്പോൾ റസൂല വീണ്ടും ഫഖാല ഹാകദ, വീണ്ടും അതുപോലെ കാണിച്ചു. വഹസാ ബിയദിഹി. ഖാലു യാ നബിയല്ലാഹ് ബഅദല്ലാഹു മൻ ദഖല അന്നാർ ബഅദ ഹാദാ. എന്നിട്ട് ഇങ്ങനെ കോരി ചെയ്യുന്ന രീതിയിൽ, അഥവാ അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു തആല ആളുകളെ പ്രവേശിപ്പിക്കും. അപ്പൊ അത് കേട്ടപ്പോ ഈ സഹാബി പറഞ്ഞു, റസൂലെ ഇതിനു ശേഷവും നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാള് അള്ളാഹു അവനെ അകറ്റട്ടെ എന്നുള്ളത്. അതായത് ഈ ഹദീസുകൾ അറിയിക്കുന്നത് അത്രയും ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതിന്റെ മിനിമം ക്വാളിറ്റി ഉള്ള ആളുകൾ, ഈമാനുള്ള ആളുകളെ അള്ളാഹു തആല കോരിയിടുന്നത് പോലെ സ്വർഗത്തിലേക്ക് ആളുകളെ അള്ളാഹു തആല പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അറിയിക്കാൻ. അതായത് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ബാബിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ബാബിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് ധാരാളം ആളുകളെ, ഈമാനിന്റെ ഒരു അണുമണി തൂക്കമുണ്ടെങ്കിൽ അവന് അള്ളാഹു തആല സ്വർഗം നൽകുന്നതാണ്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന തെറ്റുകളുണ്ട്, അത് ഭയപ്പെടുന്ന വിഷയമുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് അങ്ങനെ അള്ളാഹു തആല ആളുകളെ പ്രവേശിപ്പിക്കും. ഇനി സ്വർഗത്തിൻ്റെതായിട്ടുള്ള മണൽത്തരികളും സ്വർഗത്തിലെ കൂടാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിശേഷണങ്ങളാണ് ഇനി വരുന്നത്. നമുക്ക് അടുത്ത ദിവസത്തിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.